ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ തംസൂരാജി ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മളുടെ ചാനലിനെ മറന്നിട്ടില്ല, അതുപോലെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും എന്നെ മറന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ച് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇത്ര നാളായിട്ട് ഒരു 2-3 വർഷമായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇനിയും വീഡിയോസ് ഇടാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലീനിങ്ങും കുക്കിങ്ങും വ്ളോഗും ഒക്കെ ആയിട്ട് ഉള്ള വീഡിയോസിലൂടെ നിങ്ങൾക്ക് എന്നെ കാണാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും വീണ്ടും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ദിവസത്തെക്കുറിച്ചൊരു വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് 2 ദിവസമായി. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടിട്ട് വരിക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ രാവിലെ പിള്ളേർക്ക് കുടിക്കാനായിട്ട് വേണ്ടി തലേദിവസം രാത്രിയിലെ കുതിർത്ത് വെക്കുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ അഞ്ചീറ എന്ന് പറയുന്ന സാധനമാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ ഈന്തപ്പഴം, പറങ്ങാണ്ടി, ബദാം, വെള്ളരിക്കയുടെ അരി, പിന്നെ മത്തങ്ങ സീഡ്, അങ്ങനെ പിന്നെ മക്കാന, ഇത് ഉണക്കമുന്തിരിങ്ങ, ഇതെല്ലാം കൂടി രാത്രിയിലെടുത്ത് മിക്സ് ചെയ്ത് വെക്കുവേ. എന്നിട്ട് രാവിലെ 2 പഴവുമായിട്ട് പാലും ചേർത്ത്, തണുത്ത പാലാണെങ്കിൽ അങ്ങനെ ചേർത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി അടിച്ചതിന് ശേഷം പാൽ ഒഴിച്ച് പിന്നെ നമ്മൾ അതിനെ മിക്സ് ചെയ്യും. എന്നിട്ട് അത് രാവിലെ ഒരു ഗ്ലാസ് പിള്ളേർക്ക് കൊടുത്ത് അങ്ങനെയാണ് വിടുന്നത്. ഇപ്പോഴായിട്ട് ഒരു 1.5 മാസമായി അങ്ങനെ കൊടുത്തു വിടാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനും കുടിക്കും. എനിക്ക് ഈ ഹീമോഗ്ലോബിൻ്റെ ഒക്കെ ഇച്ചിരി കുറവുള്ള പ്രശ്നം കാരണം അപ്പം ഞാനും കുടിക്കുന്നുണ്ടിത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ 2 പഴവും 1 ലിറ്റർ പാലും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിലെടുത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പിള്ളേർ കുടിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളുടെ കർക്കിടക വാവിൻ്റെ തലേ ദിവസം ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. നമ്മളിങ്ങനെ വാവിന് അട വയ്ക്കും പിതൃക്കൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മളിങ്ങനെ ചെയ്യാറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ഇതെനിക്ക് അമ്മച്ചി, ഞങ്ങളുടെ പപ്പായുടെ അമ്മച്ചിയാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മച്ചി മരിച്ചു പോയിട്ട് ഇപ്പോൾ 1 വർഷമായി. നമ്മുടെ അമ്മച്ചി ഉണ്ടായിരുന്നപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അമ്മച്ചി പറഞ്ഞു തന്നത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് പൊക്കി നോക്കുന്നതെന്ന് വെച്ചാൽ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ള ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഈ ഇല ഇങ്ങനെ പൊക്കി നോക്കിയാൽ മതി. അതേ പറ്റാതെ ഇളകി വരുമ്പോഴാണ് അത് വെന്തെന്ന് അറിയുന്നത്. അപ്പോൾ അത് വെയിറ്റ് വരാനായിട്ടാണ് ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് മധുരമുള്ളതും മധുരം ഇല്ലാതെയും ഉപ്പില്ലാതെയും ഒക്കെയാണ് ഈ അട ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ അട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഇതിങ്ങനെ ചെയ്യാറുണ്ടോ? പിതൃക്കൾക്ക് വെള്ളംകുടി എന്നാണ് ഇത് പറയാറുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം ഞാനിതൊരു എടുത്ത് വെച്ചൊരു വീഡിയോ ഇതിലൂടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. നമ്മളുടെ ഒരു ഡേയിലെ ഒരു ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ച്, ദേവതകളെയും സങ്കല്പിച്ച് നമ്മളിങ്ങനെ വയ്ക്കും ഒരു മുറിയുടെ ഒരു ഭാഗത്തെ. പിന്നെ നമ്മളിത് കാക്കയ്ക്കോ അങ്ങനെ പക്ഷി മൃഗാദികൾക്ക് കൊടുത്തിട്ട് വേണം ഇത് കഴിക്കാൻ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം നമ്മളിതിൻ്റെ ഒരു ഭാഗം മാറ്റി വെച്ചിട്ട് നമ്മളത് കഴിച്ചു കേട്ടോ. പിറ്റേ ദിവസം കാക്കയ്ക്ക് കൊടുത്തു, അന്ന് തന്നെ പശുവിനും കൊടുത്തു ഇതിൻ്റെ ഒരു ഭാഗമേ. അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിപ്പോൾ കേട്ടത്. നേരത്തെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നേ. അപ്പം നമ്മൾ പിറ്റേ ദിവസം അണ്ണൻ വിളക്കൊക്കെ വെച്ച് രാവിലെ, പിന്നെ ഞാൻ കുറച്ച് ഇല അധികം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ ആവിയിൽ വെച്ച് ഉണ്ടാക്കത്തില്ലേ അട, അങ്ങനെ ഞാൻ ചെയ്തേ. നമുക്കിഷ്ടമാണ് ഈ അട കഴിക്കാൻ. അപ്പോൾ ഇല കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടെ ഇല കിട്ടാറില്ല. അപ്പം പിള്ളേർക്കും ഈ അടയാണ് ഞാൻ പിറ്റേ ദിവസം കൊടുത്തു വിട്ടത് ടിഫിനകത്ത്. ഇത് ഞാൻ ഉച്ചക്കത്തേക്കിന് കുറച്ച് രാജ്മയുടെ കറി ഉണ്ടാക്കിയതാണ് ഉച്ചക്കത്തേക്കിനും പിന്നെ അണ്ണൻ്റെ ടിഫിന് കൊടുത്തു വിടാനായിട്ടുവേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു ദിവസം. പിന്നെ ഞാനും എനിക്ക് വേണ്ടിയിട്ടുള്ള അട എടുത്ത് കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഈ അട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആവിയിൽ വെച്ചെടുത്ത അടയാണ് ഇപ്പോൾ കാണിച്ചത്. എനിക്ക് അമ്മച്ചിയുടെ പേരെന്താ? അമ്മച്ചിയുടെ പേരെന്താ അമ്മച്ചി? ഭവാനി അമ്മയോട് ഇരിക്കാൻ പറ. അപ്പൊ അമ്മച്ചിയുടെ പേരെന്താ? നീ ഉണ്ടായി. അമ്മച്ചിയുടെ പേരെന്താ അമ്മച്ചി? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.